ഫൈനലി റിക്കവറി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഓൾമോസ്റ്റ് ലൈക്ക് സിറ്റി ഔട്ടറിലേക്ക് എത്തി. അപ്പം ഇനി അറൗണ്ട് ഒരു 20-25-30 സംതിങ് കിലോമീറ്റേഴ്സ് പുഷ് ചെയ്ത് ഫൈനലി എപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്, സിറ്റിക്ക് പുറത്ത് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വെച്ചിരുന്നതാണ്. അതുകൊണ്ടുവന്ന സമയം ഇപ്പോൾ ഏകദേശം 4. ഇനി ഒരു ലൈക്ക് 10 kilometers പുഷ് ചെയ്യണം. 10 kilometers പുഷ് ചെയ്തിട്ട് ഒരു ലൈക്ക് ഷോർട്ട് ബ്രേക്ക് ഫുഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കമ്പം തേനി പോണ വഴിക്ക് ലൈക്ക് ഒരു അടിപൊളി മഴ കിട്ടി. ആൻഡ് കമ്പം തേനി ലൈക്ക് ഹാപ്പിൻസ് എന്ന് പറഞ്ഞ മഴയത്ത് ഒരു അടിപൊളി ലൈക്ക് വാട്ടർഫാൾ ഇങ്ങനെ ലൈക്ക് കുളിക്കണം എന്ന ലൈക്ക് മൈൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ അന്വേഷിച്ചു, ബട്ട് ലൈക്ക് ഫൈനലി ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ആൻഡ് എനിക്ക് തോന്നുന്നു യൂണിവേഴ്സൽ മാജിക്കോ എന്താണെന്ന് എനിക്കറിയില്ല. ലൈക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരു ലൈക്ക് അടിപൊളി നേച്ചറിൻ്റെ ഉള്ളിൽ ഒരു വാട്ടർഫാൾ കാര്യങ്ങളെല്ലാം എൻകൗണ്ടർ ചെയ്യാൻ പറ്റി. അവിടെ നിന്ന് ലൈക്ക് ഫുൾ നനഞ്ഞ് ലൈക്ക് ഫുൾ ജാക്കറ്റെല്ലാം ഫുൾ നനഞ്ഞു. അടിപൊളി മഴ, അടിപൊളി വെതർ. ഞാനിവിടെ വന്ന് ഇപ്പോൾ അതായത് കുറച്ച് കോട ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഫുൾ കോടയായിട്ട് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഐ ഡോണ്ട് നോ, മാജിക്കൽ ലൈക്ക് കുറേ നാളിന് ശേഷം ലൈക്ക് ഫ്രം ദ സ്നോ ടു ദ ഫോഗി സംതിങ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ ഒരു ഫീൽ. ഒരു ചായയും കൂടി ഉണ്ടായിരുന്നു, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, സൂപ്പർ. ദ പെർഫെക്റ്റ് റിഫ്രഷിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. റിഫ്രഷ്മെന്റ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ബ്രീത്ത് എടുക്കുമ്പോൾ തന്നെ ഒരു ഫീൽ ലൈക്ക് ഡിഫറെൻറ്റ് ഫീലാണ് കിട്ടുന്നത്. ലൈക്ക് മഴയത്ത് എനിക്ക് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യണമെന്നുണ്ടാകുന്നില്ല, കാരണം കുറേ നാൾക്ക് ശേഷമാണ് മഴയത്ത് അതും ക്ലാസിക് 350 റൈഡ് ചെയ്യുന്നത്. സോ മഴയൊക്കെ എക്സ്പീരിയൻസ് അവിടെ നിന്ന് കട്ടപ്പനയിൽ നിന്ന് നേരെ പോയത് ടു മൂന്നാർ, ലൈക്ക് 254 സംതിങ് കിലോമീറ്റർ. സോ എന്തായാലും തൊട്ടടുത്തുണ്ട്. എന്നാൽ മൂന്നാർ പോയി ഒരു ചായ അടിച്ചിട്ട് വരാമെന്ന് വെച്ച് അങ്ങനെ മൂന്നാർ. ആൻഡ് ഇത്തവണ പോയ റൂട്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. ലൈക്ക് ഗ്യാപ്പ് റോഡ് എടുത്തിട്ടാണ് മൂന്നാറിലേക്ക് പോയത്. ഇയേഴ്സ് ബാക്ക് ഹിമാലയൻ എടുത്തിട്ട് ഞാൻ മറയൂർ റൂട്ടിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. இது வந்து காட்டு தேன் சிறுதேன் சுடு தண்ணி நாரிங்க தேன் போட்டு குடித்தா வண்ணம் கம்மி பண்ணிக்கலாம். குட்டிங்களுக்கு பாலில் குடித்தா வண்ணம் கூட்டிக்கலாம். இது மாத்திரை மெடிசனுக்கு ஒரு கிலோ காட்டு தேன். இது வந்து எவ்வளோ வருது? சிறுதேன் எடுத்தால் 2000 ரூபா, வஞ்சல் எடுத்தால் 1000 ரூபா. 2000 ரூபா சிறுதேன் 2000 ரூபா சிறுதேன். வஞ்சல் எடுத்தால் 1000 ரூபா. வந்தேன் வெள்ளிய தேன், பெரிய தேன். அது சிறுதேன், இது வெள்ளிய தேன். சிறுதேன் நம்ம கேரளாவில் கிலோ கணக்கு வந்து 1500 வாங்கி வைப்பாங்க அங்கேவே. இது ஒரு குப்பிக்கு 1.5 கிலோ வரும் நம்மளுக்கு சிறுதேன். ത്രൂ മറയൂർ. ലൈക്ക് മറയൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് അവിടുത്തെ ലൈക്ക് ശർക്കര കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് അവിടെ നിന്ന് ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ച് ആന ഇറങ്ങുന്ന സ്ഥലം. നൈറ്റിൽ നമുക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റില്ല. ആൻഡ് റൂട്ട് എന്ന് പറയാനായിട്ട് അടിപൊളി റൂട്ടും കാര്യങ്ങളാണ്. അവിടെ നേരെ മറയൂർ നേരെ താഴേക്ക് ഇറങ്ങി ഉടുമൽപേട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. സോ പോണ വഴിക്ക് ലൈക്ക് നമ്മൾ മറയൂർ കാട് ഇറങ്ങി ലൈക്ക് തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആ ഹെയർപിൻ ഇറങ്ങി കറക്റ്റ് വരുമ്പോൾ ഒരു സ്പോട്ടുണ്ട്. ആ സ്പോട്ടിൽ ലൈക്ക് ഒരു കുറച്ച് ഷോപ്സ് ഉണ്ട്, ആദിവാസികൾ നടത്തുന്ന കുറച്ച് ഷോപ്പ്. ആ ഷോപ്പിൽ ലൈക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് കുറേ നാൾ ലൈക്ക് പോണ സമയത്തൊക്കെ ലൈക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പിങ് അടിപൊളിയായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ ലൈക്ക് പീപ്പിൾ അവരായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റി. ലൈക്ക് അവരുടെ ലൈഫ് കാര്യങ്ങളെല്ലാം കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ആൻഡ് അവർ ലൈക്ക് ഫുൾ സപ്പോർട്ടും കാര്യങ്ങളായിരുന്നു. അവിടെ നിന്ന് ലൈക്ക് ടെൻറ്റ് அதை பற்றி கொஞ்சம் சொல்ல முடியுமா? லைக் அந்த ஸ்டிக்கர் யார் ஓட்டுனது மட்டும்? அவங்க பேர் தெரியாது இல்லைங்க, அந்த பொண்ணு வந்து ஓட்டுவாங்க. நாங்கள் எப்படி லைக் அவங்க இங்கே வந்து மொதல் ஒரு 5 வருஷம் இருக்குங்களா? 5 வருஷம் இருக்குது இங்கே வந்தாங்க. 5 வருஷம் 5 வருஷம் இருக்குது.
முன்னாடி வந்து நாய் ரோட்டில் வந்து சாப்பிட்டாங்க. நல்ல நாளும் ஃபோட்டோ எடுப்பாங்க, அதில் இறங்கி சாப்பிடுவாங்க. இங்கே வால்பாறை போய் லாஸ்ட்டு வால்பாறை போய் சாப்பிட்டு அப்படியே ஊருக்கு கிளம்பிடுவாங்கன்னு சொல்லுவாங்க இங்கே. ആക്ച്വലി ഇവര് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാനഡയിൽ ആള് ആളുടെ ടൂറിന്റെ ടൈമിങ് ആളിനെ പറ്റിയാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതെന്നത് அட கஞ்சி படுத்துனா அப்படியே ഇതെന്നത് കാര്യങ്ങളൊക്കെ കേട്ട് അത് കഴിഞ്ഞ് ജെറ്റ് റൈഡ് എങ്ങും നിർത്താനുമില്ല, വീഡിയോസ് കാര്യങ്ങളൊന്നുമില്ല. ലൈക്ക് സ്ട്രെയിറ്റ് ബാക്ക് ടു പാണ്ടി. ലൈക്ക് വേറെ ഇൻ ബിറ്റ്വീനിൽ ഒത്തിരി കാണാനായിട്ടൊന്നുമില്ല. ലൈക്ക് ഞാൻ പോയത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരു സർക്കിൾ ഇട്ടിട്ട് ഞാൻ ട്രിപ്പ് എപ്പോഴും ചെയ്യാറുള്ളത്. സോ ഇപ്പോൾ ലൈക്ക് പോയത് ഫ്രം പാണ്ടി ടു കുംഭകോണം, മധുരൈ, കമ്പം, തേനി, കട്ടപ്പന, മൂന്നാർ ആൻഡ് മറയൂർ ആൻഡ് ഉടുമൽപേട്ട്, കാരൂർ ആൻഡ് വിളിപ്പുരം ആൻഡ് ടു പാണ്ടി. ലൈക്ക് ഒരു സർക്കിൾ ട്രിപ്പ് ലൈക്ക് അറൗണ്ട് എനിക്ക് തോന്നുന്നു 1000 സംതിങ് കിലോമീറ്റേഴ്സ് ഇപ്പോൾ തന്നെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. 6 നൈറ്റ് ലൈക്ക് അറൗണ്ട് ഒരു 10 ഒക്കെ കഴിഞ്ഞ് പോയി ഞാൻ ബാക്ക് ടു പോണ്ടി എത്തി. ലൈക്ക്